നമ്മൾ ഏകദേശം മൗണ്ട് പുള്ളിന്ന് ഇന്നലെ ഒരു 9:30 ആയപ്പോൾ നൈറ്റ് എത്തി. അതിനുശേഷം ക്ഷീണമായി എല്ലാവരും കിടന്നുറങ്ങി. അതിനുശേഷം ഇന്ന് മോർണിംഗ് നമ്മൾ എമറാൾഡ് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 20 മിനിറ്റ് ആണ് ഇങ്ങോട്ട് വരാൻ ദൂരമുള്ളത്. സ്ഥലത്തിൻ്റെ പേര് പഫിൻ വില്ലേ റെയിൽവേ ആണ്. അത് കാണാൻ വേണ്ടി എന്തോ ട്രെയിൻ സെറ്റപ്പ് ഉണ്ട്, അത് കാണാൻ വേണ്ടി വന്നതാണ്. നമ്മൾ താമസിക്കുന്ന എമറാൾഡിൽ നിന്ന് 20 മിനിറ്റ് ദൂരം ഇങ്ങോട്ട് വരാൻ. ഇവിടുത്തെ വിശേഷങ്ങൾ കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. A maximum of 2 supervised children per adult must be within arm's reach of each child. Or similar conditions. Some of the other requirements to ensure your experience with us is safe include remain on the അപ്പോൾ ഗൈസ് നമുക്ക് കാണാൻ പറ്റിയില്ല. ട്രെയിൻ കാണാൻ പറ്റി, പക്ഷെ ട്രെയിനിൽ കയറാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനിൽ ടിക്കറ്റ് മുന്നേ ബുക്ക് ചെയ്യണമായിരുന്നു. ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഇവിടെ സ്റ്റേ ചെയ്തപ്പോൾ അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ എവിടെയെങ്കിലും കാണാൻ പോകാൻ വേണ്ടി നോക്കിയപ്പോൾ പെട്ടെന്ന് കണ്ടൊരു സ്ഥലത്തേക്ക് വന്നതാണ്. പക്ഷേ ചെയ്യാൻ കാണാൻ പറ്റി ട്രെയിൻ, പക്ഷേ കയറാൻ പറ്റിയില്ല. ഇങ്ങനെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ കുറച്ച് ദൂരം പോയി ഫോറസ്റ്റ് വ്യൂ ഒക്കെ കാണാൻ പറ്റും. പക്ഷേ ടിക്കറ്റ് നേരത്തെ എടുക്കണം. ഓൺലൈനിൽ ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി ബുക്കാണ്. അപ്പോൾ 2 ദിവസം മുമ്പേ ബുക്കണമായിരുന്നല്ലോ. അപ്പോൾ കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പക്ഷേ ട്രെയിൻ കാണണമെങ്കിൽ ഉള്ളിൽ വരെ ഒന്ന് ട്രെയിൻ കാണാമെന്ന് പറഞ്ഞു. ഫോട്ടോയ്ക്ക് എടുത്തു. അപ്പോൾ ഇപ്പോൾ ട്രെയിൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അത് പോകുന്നതാണ്. ഇങ്ങനെ ട്രെയിൻ എടുക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ട്രെയിൻ മൂവ് ചെയ്യുന്നത് കാണാൻ വേണ്ടി നിൽക്കുക. 11:15 ഇപ്പോൾ ഇത് എടുത്തു. ഞങ്ങളിവിടെ ആക്ച്വലി 10:45 എത്തിയതാണ്. എല്ലാവരും സൈഡിലൊക്കെ ഇരുന്നിട്ട് വ്യൂ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഹായ് ഹായ്. എൻജോയ്. ബൈ ബൈ. ഹായ്. ബൈ ബൈ. ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പഫിംപുലിയുടെ തൊട്ടടുത്തുള്ള ബാബാജീസ് കേരള കിച്ചണിലേക്കാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താൽ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ഇവിടെ അടിപൊളി ഫിൽറ്റർ കോഫി കിട്ടും. അത് സൂപ്പറായിരുന്നു, ഒരു രക്ഷയില്ല ഫിൽറ്റർ കോഫി. ഞാൻ വെജ് മീൽസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഫുഡായിരുന്നു. അതിൻ്റെ കൂടെ പായസം ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബീഫ് ദോശ ഓർഡർ ചെയ്തു. പിന്നെ ഒരു ബിരിയാണി, പിന്നെ ഒരു ചിക്കൻ ഫ്രൈ, അതൊക്കെയായിരുന്നു ഓർഡർ ചെയ്തത്. നമ്മൾ ബാബാജി കേരള കിച്ചണിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. അതായത് നമ്മളിവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഒരുമിച്ച് കഴിച്ച് ഞങ്ങൾ ഏകദേശം അവിടെ എത്തിയത് ഒരു 1 o'clock ആയി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താൽ കാരണം അപ്പോൾ രണ്ടും കൂടി നമ്മൾ ഒരുമിച്ച് അവിടെ നിന്ന് കഴിച്ച് ഇറങ്ങി. ഇപ്പം അവിടെ നമ്മൾ മെൽബൺ സിറ്റിയിലോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് ഒരു 45 മിനിറ്റ്സ് എടുക്കും മെൽബൺ സിറ്റിയിലേക്ക്. അവിടെ ഇപ്പം സ്കൈ ഡെക്ക് പോകാനാണ് പ്ലാൻ.
ഗൈസ് നമ്മൾ മെൽബണിലെത്തി. 45 മിനിറ്റ്സ് ഡ്രൈവിന് ശേഷം ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് സ്കൈ ഡക്കിലാണ്. ഈ സ്കൈ ഡക്കിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വ്യൂവിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മെൽബണിൻ്റെ എല്ലാ വ്യൂസും കാണാൻ പറ്റും. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇതെന്താ ശരിക്കും സംഭവം? സ്ട്രക്ചർ 3D സ്ട്രക്ചർ. ഇതിന് മൊത്തത്തിലുള്ള തന്നെയാണോ അതോ മെൽബൺ മൊത്തത്തിലുള്ള 3D സ്ട്രക്ചർ? ഇതാണ് VR എക്സ്പീരിയൻസിൻ്റെ സംഭവം. വോയേജർ സിറ്റിയുടെ ഒരു VR വ്യൂ ആയിരിക്കും അതിൽ കാണുന്നത്. ഈ സ്കൈ ഡാക്കിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കാണാൻ. സിറ്റി മൊത്തം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും മെൽബൺ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചുമ്മാ മെൽബൺ സിറ്റി ഒന്ന് കറങ്ങി നടന്ന് കണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി. ഞങ്ങൾ ആദ്യമായിട്ടാണ് മെൽബൺ സിറ്റിയിലോട്ട് വരുന്നത്. ഇത് കുറച്ചും കൂടി നൈറ്റ് വ്യൂ കാണാൻ അതിന് ഭംഗിയിൽ നിന്ന് വന്നവർ പറയാറുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഈ സമയത്ത് വന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി. പക്ഷെ കാണാൻ അടിപൊളിയാണ് മെൽബൺ സിറ്റിയൊക്കെ കാണാൻ. പിന്നെ ഇത് എല്ലാം ചുറ്റി കറങ്ങിയടിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണും. ബൈ.